ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു യാത്രയിലാണ്, ഞാനൊരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും പാടമാണ്. പാടത്തിൻ്റെ നടുക്ക് ചെറിയൊരു ഗണപതി ഭഗവാന്റെ ചെറിയൊരു വിളക്കത്തിക്കുന്ന കുഞ്ഞൊരു അമ്പലമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ രണ്ട് സൈഡിലെ പാടങ്ങളുടെ നടുക്കായിട്ടാണ് ഗണപതിനെ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും മനോഹരമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ളതാണ് ഈ ഗണപതിയുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥലം ഇവിടെ ഉള്ളതാണ് ഏറ്റവും ഭംഗി. ഇതിൻ്റെ പാടത്തിൻ്റെ രണ്ട് സൈഡും കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നടുക്കാണ് ഈ ഗണപതിയുടെ ഇതിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വയനാട് പോയപ്പോൾ. ഇപ്പം ഞാൻ വേറൊരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് സൈഡ് പാടം, നെൽകൃഷി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പാടങ്ങളാണ്. അവിടെയൊക്കെ പണിക്കാരൊക്കെ ഉണ്ട്. നല്ല കിളികളും നല്ല വളരെ ശാന്തസുന്ദരമായ വയൽ മേഖലയാണിത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകും. ഞാൻ അതിലെ നടക്കുമായിരുന്നു. എന്ത് പീസല്ലേ, എന്താ സമാധാനമല്ലേ. ഹൈ ക്വാളിറ്റി ഗ്രീൻസാണ്, കംപ്ലീറ്റ് വെജിറ്റേറിയൻ. ഇതെന്താ വെള്ളം ഒഴുകണമൊക്കെ പമ്പ. അതൊക്കെ കുഴൽക്കിണർ. ഇത് കൃഷിക്കുള്ള വെള്ളമാണല്ലേ കംപ്ലീറ്റ്. ഇതൊരു ഭംഗിയല്ലേ, നമ്മുടെ പ്രകൃതി ദൈവം അറിഞ്ഞു തന്നേക്കണേ. പക്ഷെ മനുഷ്യരെന്താ ഇത് ചെയ്യണം, കുറേ ആളുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. പറഞ്ഞിട്ട് കാര്യം. എന്താണല്ലേ, വളരെ ശാന്തം, വളരെ ബ്യൂട്ടിഫുൾ, നല്ല പച്ചപ്പ് ഒക്കെ നല്ല ഏരിയ ആണ്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ കൂടുതലെന്ന് പറഞ്ഞാൽ ഇതിനെ ഹൈലൈറ്റ് ആക്കുന്നത് ഈ കൃഷിയാണ് ഹൈലൈറ്റ്. കൃഷിയാണ് ഇതിനെ ഹൈലൈറ്റ് ആക്കുന്നത്. പാലക്കാട് ഉൾഗ്രാമങ്ങൾ ഇതുപോലെ ശരിക്കും അല്ലേ. ഇത് പമ്പ് ഹൗസാണ്. അതാണ് ഗണപതി കല്യാണിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഭംഗിയല്ലേ. മയിലുണ്ട് നിറയെ. അവിടെ നിന്ന് അവിടെ
കണ്ട മയില് നിൽക്കുന്നുണ്ടോ? ഇവരല്ലേ എന്തെന്ന് ശബ്ദം കേട്ട മയിലാണ്. അവിടെ നിൽപ്പുണ്ട്, കാണിച്ചു കൊടുക്കണ്ടോ? എന്താണ് ചക്കുവിന് പറയാൻ? ഒന്നും പറയില്ല, ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു, ശാന്തി എടുക്കണം. ഈ ഗണപതി ഭവന്റെ ഈ അമ്പലം ഇവിടെ ഇരിക്കണ ഭയങ്കര പോസിറ്റീവ്. വയലും ഈ പച്ചപ്പും അതിനിടയിൽ നടുക്കിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും